കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി തന്റെ ദൗത്യം ആത്മാർത്ഥതയോടെയും ചങ്കൂറ്റത്തോടെയും ചെയ്തു തീർക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. UDF അധികാരമേറ്റ തുടക്കത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുന്നു എന്ന് കേട്ടപ്പോൾ നെറ്റി ചുളിച്ചവർക്കും മുഖത്ത് വിരൽ വെച്ചവർക്കുമുള്ള അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള മറുപടിയാണ് നിലവിലെ അദ്ദേഹത്തിന്റെ മികച്ച ഭരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ട സമാനതകളില്ലാത്ത അരാജകത്വത്തിനും ഒരു ക്യാപ്റ്റന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയനല്ല, മറിച്ച് രമേശ് ചെന്നിത്തലയാണ് എന്ന് തെളിയിക്കുന്ന നയതന്ത്ര നീക്കങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. അധികാരമേറ്റ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേരളത്തെ ലഹരി വിമുക്തമാക്കാനായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വെറുമൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണെന്ന് കരുതിയവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ തെറ്റ് തിരുത്തേണ്ടി വന്നു. അങ്ങനെ ഒരു ഭരണം വന്നു, അങ്ങനെ ഒരു ഭരണം കേരളം കണ്ടു. വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ പെരുമ്പാവൂർ ടൗണിലടക്കം ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തിയാണ് ഈ ഒരു ദൗത്യത്തിന് പടനായകനെ പോലെ നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ തഴച്ചു വളർന്ന സ്വർണ്ണ പൊട്ടിക്കലും കള്ളക്കടത്തും ലഹരി മാഫിയയും അടങ്ങുന്ന സമാന്തര അധോലോക സാമ്പത്തിക ശൃംഖലയാണ് ചെന്നിത്തലയുടെ പോലീസ് സംവിധാനം ഇപ്പോൾ വേരോടെ പിഴുതെറിയുന്നത്. CPM ഉന്നത നേതാക്കളുടെ ആശീർവാദത്തോടെ കേരളത്തിൽ ഗുണ്ടാ സാമ്രാജ്യം കെട്ടിപ്പടുത്ത അർജുൻ ആയങ്കിയെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് മുമ്പിൽ ആഭ്യന്തരമന്ത്രി തന്റെ ചങ്കൂറ്റം കൊണ്ട് ഇടുത്തിയാവുകയാണ് ചെയ്തത്. കേരള പോലീസിലെ ചുവപ്പന്മാർ തന്നെ രക്ഷിക്കുമെന്നും പാർട്ടി ഗ്രാമങ്ങൾ തന്നെ ദത്തെടുക്കുമെന്നും വിശ്വസിച്ച് പോലീസിനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച ആയങ്കിയെ ഒരു വെടിയൊച്ച പോലും മുഴക്കാതെ നെഞ്ചുറപ്പോടെ പൂട്ടാൻ ചെന്നിത്തല പോലീസിന് സാധിച്ചു എന്നതാണ്. ഈ ഒരു കർക്കശമായിട്ടുള്ള ഇടപെടലുകളിലൂടെ തന്റെ രാഷ്ട്രീയ ഇമേജിന്റെ ഗ്രാഫ് വീണ്ടും ഉയർത്തുകയാണ്. കുറ്റവാളികൾക്ക് പാർട്ടി ഭേദമില്ലാതെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് ചെന്നിത്തല പൊതുസമൂഹത്തിന് നൽകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വികസിച്ച സമാന്തര സാമ്പത്തിക ശൃംഖലയുടെ പ്രധാന സ്രോതസ് സ്വർണ്ണ പൊട്ടിക്കലും ലഹരി മാഫിയയുമായിരുന്നു. ഇതിന്റെ പ്രാദേശിക CPM നേതാക്കളുടെ ഒത്താശയും ഉണ്ടായിരുന്നു. ഒരു പെട്ടിക്കട തുടങ്ങാൻ പോലും ഗുണ്ടാപിടി കൊടുക്കേണ്ടി വന്ന അരാജകത്വത്തിൽ നിന്നാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യവുമായിട്ട് ചെന്നിത്തല രംഗത്തിറങ്ങിയത്. മുൻപ് പോലീസ് സ്റ്റേഷനുകളിൽ പൂർണ്ണമായിട്ടും പാർട്ടി നേതാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ ഒരു കേസ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും പാർട്ടി ഇടപെട്ട് അത് ഒത്തുതീർപ്പാക്കുമായിരുന്നു. അവിടെ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും ആ ഒരു രീതിയിൽ പോയിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലിരുന്ന് കമാൻഡ് ചെയ്ത ക്യാപ്റ്റന് മുന്നിൽ സാധാരണ ജനങ്ങൾക്ക് എത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സംവിധാനത്തെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ചെന്നിത്തല അടിച്ചുടച്ചത്. അയങ്കിയുടെ അഹങ്കാരത്തെ തുറന്നു കാട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി എന്ന് പറയുന്നത്. അതായത് ഈ ഇൻസ്റ്റഗ്രാം റീൽസിൽ വലിയ വെല്ലുവിളികൾ നടത്തുകയാണ്, വീരവാദങ്ങൾ മുഴക്കുകയാണ്. ഒരു സിനിമാ നടനെ പോലെ വലിയ BGM മാസൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ കാണിക്കുകയാണ്. പക്ഷെ ആ സ്റ്റൈൽ ഒന്നും ചെന്നിത്തല പോലീസിന്റെ അടുത്ത് വില പോയില്ല. പിടിച്ചു, അകത്തിട്ടു. ഇനി നടപടികളാണ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ കടുത്ത ആത്മവിശ്വാസത്തോടെയാണ് അർജുൻ അയങ്കി കേരള പോലീസിനെ വെല്ലുവിളിച്ചത്. പോലീസിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ തന്നെ രക്ഷിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം സ്റ്റാറ്റസ് ഇടുന്നു, പിറ്റേ ദിവസം അതിന് റിപ്ലൈ ഇടുന്നു, കമന്റ് ഇടുന്നു. അങ്ങനെയായിരുന്നു അർജുൻ അയങ്കിയുടെ കാര്യങ്ങൾ. എന്നാൽ ചെന്നിത്തല എന്ന മുതിർന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞർ ആ വിശ്വാസ പ്രമാണങ്ങളെയാണ് തല്ലി തകർപ്പിച്ചത്. ഒരു അനുഭവ സമ്പത്തിനെ പുകഴ്ത്തുന്ന ശൈലി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഭ്യന്തര വകുപ്പ് ഭരിച്ച വലിയ അനുഭവ പരിചയം കൈമുതലാക്കിയ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി. അർജുൻ അയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന മാരക ഓപ്പറേഷനാണ് പോലീസ് തുടക്കമിട്ടത്. ഈ ഒരു ശക്തമായിട്ടുള്ള പോലീസ് വേട്ടയിൽ CPM അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയാണ്. കാരണം ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ 30 പേരും, കണ്ണൂരിൽ 35 പേരും, കോഴിക്കോട് AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 24 പേരുൾപ്പെടെ നിരവധി ഗുണ്ടകളാണ് നിലവിൽ പോലീസ് വലയിലായിരിക്കുന്നത്. പ്രതികളുടെ വീടുകൾ, ലോഡ്ജുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 1000-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്.
ആയങ്കി തിരഞ്ഞ് പത്തനംതിട്ട വെള്ളപ്പള്ളിയിലെ CPM ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിൽ വരെ രാത്രി പോലീസ് കയറിയത് സേനയുടെ മാറിയ ചങ്കൂറ്റം വ്യക്തമാക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം മുഖ്യമന്ത്രി പദം VD സതീശന് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്നപ്പോൾ രമേശ് ചെന്നിത്തല എന്ന നേതാവ് അസ്തമിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. കോൺഗ്രസിൽ യാതൊരു അസ്വാരസ്യങ്ങൾക്കും മുതിരാതെ സർക്കാരിലെ പ്രധാനി താനാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് കയ്യിൽ ഉള്ളത്. മാത്രമല്ല അദ്ദേഹം ആ ഒരു വകുപ്പ് വെച്ചിട്ട് ഇപ്പോൾ ജനങ്ങളിൽ വലിയ ജനശ്രദ്ധ നേടുകയാണ്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിൽ കടുത്ത പാർട്ടി ഭക്തരായി മാറിയ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് സേനയെ പൂർണ്ണമായിട്ട് മുക്തമാക്കുക എന്നതായിരുന്നു ചെന്നിത്തലയുടെ ലക്ഷ്യം. IPS തലപ്പത്ത് അദ്ദേഹം വരുത്തിയ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ് പോലീസിന് പുതിയ ദിശാബോധം നൽകിയത്. താൻ ഭരിക്കുന്ന വകുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന കർക്കശ നിലപാടിലാണ് ചെന്നിത്തലയുള്ളത്. കുറ്റം ചെയ്താൽ അത് സിനിമാ താരങ്ങളായാൽ പോലും കാരവാന്റെ ഉള്ളിൽ കയറി പരിശോധിക്കുമെന്നും പ്രതിപക്ഷത്തിന് പോലും ഒരു വിരൽ ചൂണ്ടാൻ ഇട നൽകരുത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലെ ബസ് കഴുകുന്ന ഉദാഹരണം പറഞ്ഞ് KSRTC ജീവനക്കാരെ അധിക്ഷേപിച്ചു എന്ന് ചിലർ അദ്ദേഹത്തെ വിമർശിച്ചെങ്കിലും പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ഭരണാധികാരിയാണ് ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ് ക്രിമിനലുകളുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ്. ഇനി അർജുൻ അയ്യങ്കി അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല ചെന്നിത്തല എന്നാണ്. അതായത് രമേശ് ചെന്നിത്തല. സൊൽറാതെ ഞാൻ ചെയ്യൻ ചെയ്യറതേ ഞാൻ സെൽവേൻ എന്ന ആ ഒരു ഒറ്റ പോസ്റ്റിന് മണിക്കൂറുകൾക്കകം 34,000-ലധികം ലൈക്കുകളും 1000-കണക്കിന് ഷെയറുകളുമാണ് ലഭിച്ചിരുന്നത്. ഒരു ഭരണാധികാരിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. ഭരണപക്ഷത്തിന് വേണ്ടപ്പെട്ടവരായാലും വലിയ VIP-കളായാലും കുറ്റം ചെയ്താൽ സംരക്ഷിക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ചെന്നിത്തല തുടർച്ചയായിട്ട് നൽകുന്നത്. ഇനി ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന രാഷ്ട്രീയ സ്പോൺസർമാർക്കും വ്യവസായ പ്രമുഖർക്കുമുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ് ഇപ്പോഴത്തെ ഈ ഒരു പോലീസ് വേട്ട എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മസിൽ പെരുപ്പിക്കലുകളോ അല്ലെങ്കിൽ അനാവശ്യ പ്രതികരണങ്ങളോ നടത്താതെ ഒരു അനുഭവ സമ്പന്നനായ നായകനെ പോലെയാണ് അദ്ദേഹം സേനയെ നയിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അമിത സ്വാധീനമുള്ള മന്ത്രിസഭയായതിനാൽ വടക്കൻ മലബാറിൽ പോലീസ് ലീഗിനൊപ്പം നിൽക്കുമെന്ന് സംശയിച്ച സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും ചെന്നിത്തല തന്റെ നിഷ്പക്ഷമായിട്ടുള്ള ഇടപെടലുകളിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. കേരളം ക്രിമിനലുകളുടെ പർദീസയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ചുവടുറപ്പോടെ മുന്നേറുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു മാസ് കളി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്നുള്ളത് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വെറും ഒരു പദവി എടുത്തിട്ട് ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് വാഗ്വാദങ്ങളൊക്കെ നൽകിയിട്ട് മുങ്ങുന്ന ഒരാളല്ല. ഒരുപക്ഷെ PR എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം നടന്നാൽ പോലും കേരളത്തെ ലഹരി മുക്തമാക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ തയ്യാറാക്കിയ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് പല വീട്ടിലും അല്ലെങ്കിൽ പല ജനങ്ങൾക്കും പല വേണ്ടപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ ഒരു വലിയ ലാഭം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് മാറിയിരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഇത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ലഹരി പിടിച്ചെടുക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ജീവിതമാണ് അതിലൂടെ നല്ല വഴിക്ക് പോകുന്നത്. എന്നാൽ പലരും ഇതിൽ ഇടപെടുന്നുണ്ട്, എന്നാൽ ഈ ഒരു കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ശിക്ഷാ നടപടികൾ കടുപ്പിച്ച് വീണ്ടും അതിനെ വേരോടെ പിഴുതെറിയാൻ ഇന്നും രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനും അതോടൊപ്പം തന്നെ ആ സംഘവും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആഭ്യന്തരമന്ത്രി ആയിരിക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം, എങ്ങനെയൊക്കെ അതിനെ നേരിടണം എന്നുള്ളതാണ്. വെറും വാഗ്വാദങ്ങൾ മാത്രമല്ല ഇതിൽ ഉള്ളത്. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രമേശ് ചെന്നിത്തല എന്ന വ്യക്തി ഈ ഇലക്ഷന് നിന്ന സമയത്ത് 3 പേരായിരുന്നു മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല. KC വേണുഗോപാലിനെ എല്ലാവരും അനുകൂലിച്ചത് അദ്ദേഹത്തിന്റെ പരിചയസമ്പന്നതും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ഉള്ള പിടിപാട് ഉൾപ്പെടെ കൊണ്ടാണ്. ഇനി അങ്ങനെയല്ല, VD സതീശനിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങളുടെ ഒരു നായകൻ അല്ലെങ്കിൽ ജനങ്ങളിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു നായകൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഒരു പറ്റം ആളുകൾ താഴ്ത്തുമ്പോഴും കുറച്ച് ആളുകൾ പറഞ്ഞു അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം ഭരണത്തിൽ വന്നാൽ മികച്ച രീതിയിൽ തന്നെ മുന്നേറും എന്നുള്ളത്. എന്തായാലും വിധിയ VD സതീശന് മുഖ്യമന്ത്രിയാകാൻ എഴുതിയപ്പോൾ അവിടെ ആഭ്യന്തര മന്ത്രിയായിട്ട് വന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ പറഞ്ഞു എന്തൊരു അഹങ്കാരമാണ് ഈ രമേശ് ചെന്നിത്തലയ്ക്ക്, മുഖ്യമന്ത്രി ആയില്ലേലും ആഭ്യന്തരമന്ത്രി ആകണം എന്ന് പറഞ്ഞിട്ട് കടുംപിടുത്തം നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇത്തരം ആഭ്യന്തര കാര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തുന്ന
കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് പോലീസിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ആര് തെറ്റ് ചെയ്തോ, കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ, ജാതി മതം ഇല്ലാതെ തന്നെ ആര് തെറ്റ് ചെയ്തോ അവരെ തൂക്കിയെടുക്കാൻ പോലീസിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. എവിടെ വേണമെങ്കിലും പോയിക്കോ, എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തോ എന്നുള്ള ഒരു അനുമതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ മികവ് എത്രത്തോളം വലുതാണ് എന്നത് ഈ പറയുന്ന കേരളം കാണേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങളൊപ്പം അദ്ദേഹത്തിനൊപ്പമാണ് ഉള്ളത്. ഈ ഓപ്പറേഷൻ തൂഫാൻ അദ്ദേഹം നടത്തിയത് കണ്ട് കേന്ദ്ര മന്ത്രി അമിത്ഷാ പോലും അതിനെ അംഗീകരിച്ചിരുന്നു. മാത്രമല്ല കർണാടക, തമിഴ്നാട് പോലും അതിനെ അംഗീകരിച്ച് കൈകോർക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഒരു വാക്കുകളല്ല, രാഷ്ട്രീയ പ്രവർത്തനം അത് അദ്ദേഹത്തിന്റെ മികച്ച രീതിയിൽ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്.